നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ ബന്ധത്തിൽ ഉടൻ വരുന്ന മാറ്റം, നിങ്ങൾക്ക് നീതി ലഭിക്കുമോ, നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ, നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളൊരു എനർജി കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ ഈ റീഡിങ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൻ്റെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത എനർജിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത്, ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ ബന്ധം പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അഫർമേഷൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അഫർമേഷൻസ് എഴുതുക എന്നത് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളൊരു കാര്യം ആ ഒരു സമയത്ത് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് അഫർമേഷൻസ് എഴുതുന്നത് കൊണ്ടുള്ള ഗുണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കിടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും, കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനും നല്ല ഒരു തീരുമാനം എടുക്കാനും സഹായമായിരിക്കും റീഡിങ്സുകൾ, പേഴ്സണലായിട്ട് ഒരു റീഡിങ്സ് എടുത്ത് നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഹീലിംഗ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ റിലേഷനിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു എനർജിയിൽ ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ കൺഫ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു കൺഫ്യൂസ്ഡ് എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മുന്നോട്ടേക്ക് എന്താണ് എന്നുള്ള ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും കുറേ ആളുകളുടെ എനർജിയിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. പ്രതിസന്ധികളെല്ലാം അവസാനിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുതിയൊരു സിറ്റുവേഷൻസ്, ബാലൻസ് എനർജി വരുന്നു. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, തർക്കങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആക്ഷൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയൊക്കെ ഉണ്ടായിരുന്നത് ഉടനെ തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരുപാട് മാനസിക വിഷമമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു ശാന്തിയും സമാധാനവും ഇനി മുന്നോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ഗുഡ് ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവാകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നു എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആക്ഷൻ എടുക്കപ്പെടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലേക്ക് ആക്ഷൻ എടുക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ്, ബന്ധത്തിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാതിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നു. പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്, അതായത് ഹാർട്ട് ചക്രയൊക്കെ വളരെയധികം എന്താ പറയുക, വർക്കിംഗ് ആകുന്നു. ഹാർട്ട് ചക്രയൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ആണ്. അതായത് ഹാർട്ട് ചക്രയൊക്കെ ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെയൊക്കെയായിരുന്നോ നിങ്ങൾക്കിടയിൽ ഒരു ഡാർക്ക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയായിരുന്നോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നത്, അകൽച്ച ഉണ്ടായിരുന്നത്, അതെല്ലാം മാറുന്നു. തിരിച്ചറിവിലേക്ക് വരുന്നു. ഇന്ന വ്യക്തി ഇന്നതാണ് എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനിയിൽ പെട്ടതാണെന്നൊക്കെ ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു സിറ്റുവേഷൻസ്, ഒരു കൂടിച്ചേരലിൻ്റെ, അതായത് വിരഹത്തിൻ്റെ ഒരു എൻഡിങ് ടൈം എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചിരുന്ന വിരഹം, ദുഃഖം, അതുപോലെ തന്നെ ഒറ്റപ്പെടൽ, നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്നത്, അതായത് നിങ്ങൾക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ കടന്നു പോയത്, ഇതെല്ലാം അവസാനിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഈ എനർജീനെ കണക്ട് ചെയ്ത് കഴിഞ്ഞവർക്ക് വരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ്. മാത്രമല്ല ഒരു മുൻവിധിയില്ലാതെ ഒന്നും ചിന്തിക്കാതെ ഉള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് തടസ്സങ്ങളെ മറികടന്നിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് എനർജിയാണ്. 2 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇടയ്ക്കൊക്കെ ഇതിനകത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ
നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ റിയൂണിയൻ പ്രസൻസ് വന്നിരുന്നെങ്കിലും അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതായിട്ട്, ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്ത സമയത്ത്, കോളൊക്കെ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു ബൗണ്ടറി ഇട്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. മുൻ സമയങ്ങളിൽ റിയൂണിയൻ പ്രസൻസിനകത്ത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടേ, ഇതിനകത്തൊരു അർത്ഥമില്ലായ്മ നിങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും ഒക്കെ ഫീൽ ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വിശ്വാസക്കേടുണ്ടായിരുന്നു. അതായത് പറഞ്ഞും പറയാതെയുമുള്ള ചില തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്ത് കടക്കാൻ പറ്റിയിരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വന്നെങ്കിലും അതിനൊരു പൂർണ്ണതയില്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങളിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് പൂർണ്ണതയോട് കൂടിയാണ്. പിന്നീട് അവിടെ ഒരു കൺഫ്യൂഷൻ്റെയോ അല്ലെങ്കിൽ സെപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടതോ ആയ കാര്യങ്ങളില്ല. തുറന്നു പറഞ്ഞ് കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തി ഒരു ലൈഫ് ലോങ് കമ്മിറ്റഡ് എനർജിയിലേക്ക് പോകുക എന്നതായിരിക്കും ഇനി നിങ്ങളിൽ ഉണ്ടാകുന്ന റിയൂണിയൻ പ്രസൻസ് എന്നുള്ളതാണ് കാണുന്നത്. പാർട്ട്നേഴ്സായിട്ടൊക്കെ ഉള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിരുന്ന പല ബന്ധങ്ങളും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ക്ലാരിറ്റി വരുത്തുന്നു. അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്കിടയിൽ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ശരിക്കും ചിന്തിക്കുന്നുണ്ട്. റീയൂണിയൻ പ്രസൻസ് തന്നെയാണ് കേട്ടോ റിലേഷനിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനകത്ത് കാണുന്നത്. അതായത് തടസ്സങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ട്രെസ് എനർജീനെയൊക്കെ നിങ്ങൾക്ക് പുറത്ത് കളയാൻ പറ്റുന്ന അവസ്ഥകളിൽ, നിങ്ങൾ മോശം അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറുന്നതായിട്ടും, നിങ്ങൾക്കൊരു ദൃഢത, ഒരു ധൈര്യം, ഒരു ഒരു സ്ട്രോങ് ആകുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ടാകുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നല്ല പോലെ ആലോചിക്കാനും നല്ല രീതിയിൽ ആക്ഷൻ എടുക്കാനും നല്ല രീതിയിൽ തീരുമാനങ്ങൾ പറയാനും ഒക്കെ നിങ്ങൾക്കും സാധിക്കുന്നുണ്ട്, അവർക്കും സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇവിടെ ഒരു മാര്യേജിൻ്റെ എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കൂടി ചേരുന്നതെന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനിലേക്ക്, ഒരു സന്തോഷത്തിൻ്റെ സമയത്തിലേക്ക്, ഒന്നിലധികം ആളുകളുടെ പ്രസൻസോട് കൂടിയ ഒരു സന്തോഷ നിമിഷമായിരിക്കും കണക്റ്റഡ് ആകാൻ പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ലീഗൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വീർപ്പ് മുട്ടി നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറ്റബോധത്തോടു കൂടി നിങ്ങൾ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിനെയും പ്രതിസന്ധിയെയും എല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട്. നീതി നടപ്പിലാക്കപ്പെടുന്നു. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഏകദേശം ഈ എനർജിയിലേക്ക് നോക്കുമ്പോൾ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ചിന്തിച്ച് മെച്യൂരിറ്റിയോട് കൂടിയായിരിക്കും മുന്നോട്ടേക്ക് ഇനി എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങൾ, അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കോൺഫിഡൻസോട് കൂടി കടന്നു പോകാൻ പറ്റുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കിടയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ്, ഒരു പക്ഷേ ഒരു ഓൾഡ് ലേഡി ആവാം, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ഒരു ലേഡി പ്രസൻസ് ആവാം, കരിയർ പാതയൊക്കെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ലേഡിയുടെയൊക്കെ പ്രസൻസ് ആവാം. നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ റിലേഷനിടയിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായിരുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം അതിനൊക്കെ ഒരു അവസാനം, ഒരു ശമനം വന്നു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസിലുള്ളവരെല്ലാം മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ മാറി തരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെയധികം ഇമോഷണലി കാര്യങ്ങൾ ക്ലാരിറ്റിയാണ് വരുത്താൻ പോകുന്നത് കേട്ടോ. അതായത് ഒരു മെച്യൂരിറ്റിയാണ് അവിടെ വരുന്നത്.
ശരിക്കും എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്തിനെയാണ് ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, എന്തൊക്കെയാണ് ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് വേണ്ടത്, എന്തായിരുന്നു ശരി, ആരായിരുന്നു ശരിയെന്നൊക്കെ ഉള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഇനി തുടർന്നു പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും കാത്തിരിപ്പിനൊരു അവസാനം കുറിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജി, കാത്തിരിപ്പിന് തീർച്ചയായിട്ടും എൻഡിങ് ആയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം ആ ഒരു സിറ്റുവേഷൻസിൽ ആ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയിരുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങളൊരു പക്ഷേ എല്ലാം മറന്ന് ഒന്നും ചിന്തിക്കാതെ ഈ ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കുകയും ഈ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും വാല്യൂ കൽപ്പിക്കുകയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളെ തിരിച്ച് ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ബർഡനാണ് നിങ്ങൾ ഇനി ഇറക്കി വെക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അതൊരു ഭാരമായിരുന്നു, ഒരു വേദനയായിരുന്നു, നിങ്ങൾക്ക് വല്ലാത്തൊരു ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖത്തെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഇറക്കി വെക്കാനായിട്ടുള്ള സമയമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിരുന്നുവെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിരുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത വ്യക്തികളായിരുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങളെ ശരിക്കും മിസ്യൂസിങ് ചെയ്യുന്നതിന് കാരണമായതായിട്ടുള്ള എനർജി കൂടി, അതായത് നിങ്ങൾക്ക് വലിയ വാല്യൂ കൽപ്പിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ചീറ്റിംഗ് പ്രസൻസ് അത് തിരിച്ച് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് നല്ല കർമ്മയായിക്കോട്ടെ മോശം കർമ്മയായിക്കോട്ടെ, ഉറപ്പായിട്ടും എന്ത് കാര്യം ചെയ്താലും നമ്മൾ മനസ്സുകൊണ്ട് എന്ത് കാര്യം ചിന്തിച്ചാലും അതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ പുറമേ വളരെ നല്ല രീതിയിൽ പ്രകടനങ്ങൾ നടത്തിയിട്ട് ഉള്ളുകൊണ്ട് ദുഷിച്ച രീതിയിൽ അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയൊക്കെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിലും അതും നമ്മളിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ അവർ ചെയ്തതിൻ്റെ ഫലം അവരിലേക്ക് തിരിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് പറയേണ്ടി വരും. വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതാകുന്ന ഒരു ധാർഷ്ട്യം, അതായത് ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അവരുടെ തീരുമാനങ്ങൾ അവർ ചിന്തിക്കുന്നത് ശരിയെന്ന് മാത്രം വിചാരിച്ച് കടന്നു പോയിട്ടുള്ള, ഇമോഷണലി മറ്റുള്ളവരുടെ സിറ്റുവേഷൻസിനോ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ വാല്യൂ കൽപ്പിക്കാത്ത വിധം പെരുമാറിക്കൊണ്ടിരുന്ന ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു. എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, അവരുടെ സക്സസ്, അവരുടെ സുഖം, അവർക്ക് ലഭിക്കാവുന്ന ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ, ഇതെല്ലാം മാത്രം കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കടന്നു പോയിട്ടുള്ള വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു പേഴ്സൻ്റെ എനർജി മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ വാല്യൂ കൊടുത്തിട്ടില്ലാത്ത വ്യക്തിയെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് തേർഡ് പാർട്ടി പ്രസൻസും ഉണ്ടായിരുന്നു. നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ തേർഡ് സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തവരുടെ എനർജിയും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നൂടി ലഭിച്ചുകൊണ്ടിരുന്ന പല സഹായങ്ങളും തേർഡ് സിറ്റുവേഷൻസിലേക്ക് കൊടുത്ത് സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. എന്താണെങ്കിലും ആ സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എല്ലാം തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്, മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരെ സംബന്ധിച്ചൊരു മാറ്റത്തിൻ്റെ സമയമാണ്, തിരിച്ചറിവിൻ്റെ സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ 9 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ ഇപ്പം ഒരേ ഒരു മാർഗം നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന റീയൂണിയൻ പ്രസൻസ് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
അവരുടെ ഒരു പാഷൻ, അവരുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിക്കും ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ്. ശരിക്കും നിരാശയുണ്ട്, കുറ്റബോധമുണ്ട്, ശരിക്കും മനസ്സുകൊണ്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതായത് ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ശരിക്കും ഒരു ഫെയിലിയർ ആയിപ്പോയി കേട്ടോ. അവർ വിജയിക്കും, അവർ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കുമെന്ന് ചിന്തിച്ചെടുത്ത് നിന്ന് അവരിപ്പം ഏറ്റവും ശക്തമായിട്ട് ഫെയിലിയർ ആയിപ്പോയി, വീണുപോയി. അവരുടെ ചിന്തകൾ, അവരുടെ സംസാരങ്ങൾ എല്ലാം അവർക്ക് ബ്ലോക്കായി പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർക്കിനി തിരിച്ചു പിടിക്കാൻ പറ്റില്ലാത്ത വിധമാണ് അവർ വീണു പോയിരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ ഇനി അവർക്ക് ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. അവർക്ക് മുന്നോട്ടേക്ക് മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടി പോകുക എന്നതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർ ചെന്നുപെട്ടതൊക്കെ റോങ് സിറ്റുവേഷൻസിലാണ്, നഷ്ടങ്ങളിലേക്കാണ്. ഇത്രയും നാളുകൊണ്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ശൂന്യമായൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ശരിക്കും ആൻസൈറ്റി, ഡിപ്രഷനൊക്കെയാണ് അവരെ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഉറക്കമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പേടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. വരാൻ പോകുന്ന ചില ആപത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ആശ്രയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു രക്ഷ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരിക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തി തന്നെയാണ് കേട്ടോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി. അതേത് തരത്തിലെ ബന്ധമായാലും അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു പേഴ്സണാണ്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോ, ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല കേട്ടോ. ഒരു പരിധി വരെ നിങ്ങൾക്കും അവർക്കും തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മുന്നോട്ടേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ മോശമായ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മറന്നു കളയേണ്ട, അല്ലെങ്കിൽ അതെല്ലാം എൻഡ് ആക്കിയിട്ട് ഒരു പുതിയ റീബർത്ത് എനർജിയിലേക്ക് മാറുക എന്നതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബന്ധത്തെ ബേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതങ്ങനെ തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒന്നിലധികം വ്യക്തികളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു പക്ഷേ പാസ്റ്റിലെ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടാവാം. ഒന്നിലധികം വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത്, തീർച്ചയായിട്ടും അങ്ങനെയുള്ള എനർജികൾ കണക്റ്റഡ് ആയിരിക്കുന്നതും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് കാരണമായതായിട്ടാണ് കാണുന്നത്. ഇടയ്ക്കൊക്കെ അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടെ നേരെ ഫേസ് ടു ഫേസ് വരിക എന്നത് അവരുടെ ഉള്ളിലൊരു ഭയമായിട്ടാണ് അവർ കാണുന്നത്. അവർക്കൊരു ആത്മവിശ്വാസമൊന്നുമില്ല, ധൈര്യമൊന്നുമില്ല നിങ്ങളിലേക്ക് വരിക എന്നത്. ഒരു ചെറിയ ഭയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളിൽ നിന്ന് ലഭിച്ച സ്നേഹം, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, അതൊക്കെ തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നുമുണ്ട്. അത് ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ചൊക്കെ ഒരു ഈഗോയും ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയും ഒന്നങ്ങോട്ട് താന്നു കൊടുക്കാനൊക്കെ രണ്ട് വ്യക്തികൾക്കും ചെറിയ രീതിയിൽ മടിയുണ്ടെങ്കിലും റീയൂണിയൻ പ്രസൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കും. എന്താണ് നീതിയായിട്ട് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനവും ഐക്യവും തന്നെയാണ് കേട്ടോ നീതിയായിട്ട് വരുന്നത്. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഹാർട്ട് ബ്രോക്കൺ, വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് കാണാനോ അറിയാനോ പറ്റാത്ത വ്യക്തികളായിട്ട് അതിൻ്റെ ഒരു വേദന നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വളരെയധികം പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഒരു ശാപം പോലെ ഫീൽ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ വരുന്നത്. എല്ലാം കലങ്ങി തെളിഞ്ഞ് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്.
തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റിയൂണിയൻ പ്രസൻസ് ആണ് വരുന്നത്. ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. റിയൂണിയൻ പ്രസൻസ് ഒരു പക്ഷേ പലർക്ക് സാധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റിയൂണിയൻ പ്രസൻസ് ഉടനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ടാവാം. ആ ഒരു വ്യക്തി മനസ്സോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. നാനോ സോഴ്സിൻ്റെ എനർജി ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് നിരാശയും ദുഃഖവും മാനസിക വിഷമവും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നമുക്കിതിനകത്ത് അതൊരു ശനിയുടെ ഒരു കണക്ഷൻസ്, ശനിയുടെ ഒരു എനർജി കയറി വന്നതിൻ്റെ, അതായത് നമുക്ക് തടസ്സങ്ങളുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് ശനി വരിക എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കുന്ന സിറ്റുവേഷൻസാണ്. അപ്പോൾ ആ ഒരു ശനിയുടെ പ്രസൻസ്, ആ ഒരു വിധിയാണ് നിങ്ങൾക്ക് ഇത്രയും വിരഹവും ദുഃഖവും ഒരു നിരാശയും. ഒരു പക്ഷേ ഒരു വേർപാടിനേക്കാൾ നല്ലത് നിങ്ങൾ തമ്മിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കി സമാധാനിക്കുക. ഒരാളെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കാലം നിങ്ങൾ തമ്മിലൊന്ന് സെപ്പറേറ്റഡ് ആവേണ്ടി വരിക. കുറച്ച് കാലം ശനിയുടെയൊക്കെ എനർജി വരിക എന്ന് പറഞ്ഞാൽ 19 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നതുണ്ട് ചില സമയത്ത്. അതിൻ്റെയൊക്കെ ഓരോ ഇതിനനുസരിച്ചാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടിയാൽ 19 വർഷക്കാലമൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് പോകേണ്ടി വരുന്ന എനർജിയുണ്ട്. രാഹുർദോഷമൊക്കെ ബന്ധങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പം 18 വർഷമൊക്കെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കയറ്റവും ഇറക്കവുമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഒരു അവസാനമായി എന്ന് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അവിടെയും ജസ്റ്റിസിൻ്റെ പ്രസൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെയാണ് നീതി ലഭിക്കുന്നത്, നിങ്ങളിൽ തന്നെയാണ് നീതി വന്നു ചേരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണ് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത്. നിങ്ങളുടെ മുന്നിലാണ് ആ ഒരു പേഴ്സൺ മുട്ടുമടക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ നോക്കി മുന്നോട്ടേക്ക് പോകുക, വെയിറ്റ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, റൈറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുക, അഫർമേഷൻസ് എഴുതുന്നത് മുടക്കാതിരിക്കുക. അത് നിങ്ങൾ റിലേഷൻഷിപ്പിന് മാത്രമല്ല അഫർമേഷൻസ് എഴുതേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും. നമുക്ക് കരിയർ പാതയിലാണെങ്കിലും, കരിയർ പാതയിലുള്ള ബന്ധങ്ങൾക്കാണെങ്കിലും, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഹെൽത്ത് രോഗശമനത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഈ അഫർമേഷൻസുകൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.